ഹലോ കൂട്ടുകാരെ, എംഫോർ മലയാളത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോസ് ഫലപ്രദമായി തോന്നിയാൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കിന്ന് വിവർത്തന രീതികൾ അല്ലെങ്കിൽ വിവർത്തന പ്രകാരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. മെയിൻ മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. വിവർത്തന രീതികൾ അല്ലെങ്കിൽ വിവർത്തന പ്രകാരങ്ങൾ. ഒന്നാമതായി സ്വനിമ വിവർത്തനം അല്ലെങ്കിൽ സ്വനിമ പരിവർത്തനം. ഭാഷയിലെ സ്വനിമ വ്യവസ്ഥയ്ക്ക് പകരം ഏറെക്കുറെ സമമൂല്യമായ ലക്ഷ്യഭാഷാ സ്വനിമ വ്യവസ്ഥ അംഗീകൃതമാവുകയാണ് സ്വനിമ പരിവർത്തനത്തിൽ സംഭവിക്കുന്നത്. ഇംഗ്ലീഷിലെ സുൽത്താൻ ബത്തേരി മലയാളത്തിൽ സുൽത്താൻ ബത്തേരി ആയതും മറിച്ച് തിരുവനന്തപുരം ട്രിവാൻഡ്രമായി തീർന്നതും സ്വനിമിക വിവർത്തന മുഖേനയാണ്. സ്വനിമിക തലത്തിൽ നടക്കുന്ന വിവർത്തനത്തിനിടയിൽ ഭാഷയിലെ മറ്റു സ്ഥലങ്ങളെ സംബന്ധിക്കുന്ന പരിവർത്തനങ്ങൾ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് യാദൃച്ഛികം മാത്രം. രണ്ടാമതായി പദാനുപത വിവർത്തനം. വിവർത്തനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പദാനുപത വിവർത്തനമാണ്. പദാനുപത വിവർത്തനത്തിൽ ഭാഷയിലെ വാക്യഘടനാക്രമവും കൂടി വേണമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മൂലഭാഷയിലെ പദങ്ങളുടെ അഭിധാതം അതുപോലെ വിവർത്തനം ചെയ്യുക എന്നേ അർത്ഥമുള്ളൂ. ശാസ്ത്രം, നിയമം, മതം എന്നിവ സംബന്ധിച്ച ഗ്രന്ഥങ്ങളിൽ ഇത് കൂടിയേ തീരും. എന്നാൽ സാഹിത്യത്തിൽ ഇത് പലപ്പോഴും പരിഹാസ്യമായി തീരും. വിവർത്തനം പഠിക്കുന്ന ആരംഭഘട്ടത്തിൽ വരുന്നതാണ് ഈ വിവർത്തന രീതി. പദാനുപത വിവർത്തനം, അതായത് ഒരു വാക്ക് തരും അല്ലെങ്കിൽ ഒരു സെന്റൻസ് തരും, അതിന് തർജ്ജമ അതേ രീതി മലയാള വാക്ക് ഉപയോഗിച്ച് എഴുതുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അത് ചിലപ്പോൾ മലയാളത്തിലോട് തർജ്ജമ ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്കിനെ മലയാളത്തിലോട് തർജ്ജമ ചെയ്യുമ്പോൾ ഹാസ്യമായി തീരും. ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാൾട്ട് മാംഗോ ട്രീ, ഉപ്പുമാവിന് പറയണത് ഇല്ലേ, സിനിമയിലെ ഡയലോഗാണ്. ഉപ്പുമാവിന് എന്തോന്ന് പറഞ്ഞു കൊടുക്കും? സാൾട്ട് മാംഗോ ട്രീ. ഇതാണ് പദാനുപത വിവർത്തനം എന്ന് പറയണത്. മൂന്നാമതായി ഖണ്ഡിക. ഖണ്ഡികയെ ഏകമായി സ്വീകരിച്ച് നടത്തുന്ന വിവർത്തനമാണിത്. ഇതിൽ ഖണ്ഡിക തിരിച്ച് വിവർത്തനം നടത്തുന്നതിനാൽ വിവർത്തനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ പദങ്ങളും വിവർത്തനത്തിന് വിധേയമാകണമെന്നില്ല. ഖണ്ഡിക എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെന്ത് ചെയ്യും? ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് മലയാളത്തിലൂടെ തർജ്ജമ ചെയ്യും. ഇംഗ്ലീഷിലെ എല്ലാ വാക്കുകളും ഇവിടെ വരണമെന്നില്ല, മലയാളത്തിലൂടെ തർജ്ജമ ചെയ്യുമ്പം വരണമെന്നില്ല. നാലാമതായി കൃതി. ഒരു കൃതിയെ ഒന്നാക്കി എടുത്ത് നടത്തുന്ന വിവർത്തനമാണിത്. അതിൽ ഭാഷക്കാരൻ കൃതിയെ മുഴുവനായി എടുത്ത് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ കുറവുകൾ അതിനുണ്ട്. അത് മനസ്സിലായല്ലോ. ഒരു കൃതിയെ മൊത്തത്തിൽ ഒരാൾ വായിച്ചിട്ട് മൊത്തത്തിൽ അതിനെ വിവർത്തനം ചെയ്യുന്നതാണ്. അപ്പം ഈ അതിലെന്ത് വരും? എഴുതുന്ന ആളുടെ മനോഭാവവും അല്ലെങ്കിൽ ഭാവനയൊക്കെ ചിലപ്പോൾ അതിൽ കടന്നു വന്നിരിക്കാം. അഞ്ചാമതായി സൂക്ഷ്മം. പദാനുപത തർജ്ജമ തന്നെയാണിത്. ഇത് തന്നെയാണ് അനുപത തർജ്ജമ. സൂക്ഷ്മത്തിന് പാവങ്ങളാണ് കേസരി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാനുപത തർജ്ജമ തന്നെയാണ്. അതിന് ഉദാഹരണം പാവങ്ങൾ എന്ന കൃതിയാണ്. ഏഴാമതായി സ്വതന്ത്രം. ഏകദേശ വിവർത്തനമാണിത്. ചങ്ങമ്പുഴ നൽകിയ ദിവ്യഗീതം എന്ന വിവർത്തനം ഇത് ഉദാഹരണമായി. അതായത് സ്വതന്ത്രമായിട്ട് ഒരു കൃതിയെ സ്വതന്ത്രമായിട്ട് വിവർത്തനം ചെയ്യണത്. എട്ടാമത്തേത് പുനഃസൃഷ്ടി. തത്താനുരൂപം കൊണ്ട് പുനഃസൃഷ്ടി തന്നെയാണ് സാധിക്കുന്നത്. തത്താനുരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃസൃഷ്ടി പറഞ്ഞത് ഒരു കൃതിയെ പുനഃസൃഷ്ടിക്കുക, ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന കൃതിയെ വീണ്ടും പുനഃസൃഷ്ടിക്കുക. ലക്ഷ്യഭാഷയിലെ ഏതെങ്കിലും ഒരു തലത്തെ സംബന്ധിച്ചിടത്തോളം മൂലപദത്തിന് പകരം ഏറെക്കുറെ സമാനമായ ലക്ഷ്യപദം സ്വീകരിക്കുന്ന രീതിയാണ് സംഗ്രഹം. ഒമ്പതാമതായിട്ടുള്ള സംഗ്രഹം. പത്താമത് വ്യാഖ്യാനം. തർജ്ജമ ഒരുതരം വ്യാഖ്യാനമാണ്. അതായത് മൂലപാഠത്തിന്റെ ഒരുതരം ഭാഷ്യം അഥവാ വ്യാഖ്യാനം. ഭാഷയിലെ ശാബ്ദിക പ്രതീകം ലക്ഷ്യഭാഷയിലെ ശാബ്ദിക പ്രതീകം കൊണ്ട് വ്യാഖ്യാനിക്കുന്നതാണ് വിവർത്തനമെന്ന് റോമൻ ജേക്കബ്സൺ അഭിപ്രായപ്പെടുന്നു. എല്ലാ വിവർത്തന പ്രയത്നങ്ങളും വിമർശനാത്മക വ്യാഖ്യാനങ്ങളാണെന്ന് ജെയിംസ് ഹോംസിന്റെ പ്രസ്താവനത്തിന്റെയും ഒരേ പാഠം അഥവാ ഗ്രന്ഥം ഒന്നിൽ കൂടുതൽ പേർ ആസ്വാദനം ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ വ്യക്തമാക്കുന്നത് ഓരോ വിവർത്തനവും മൂലപാഠത്തിന്റെ ഓരോ വ്യാഖ്യാനം എന്നാണ്. 11ാമതായി പുനരാഖ്യാനം അല്ലെങ്കിൽ ആശയ രൂപാന്തരണം. ഇംഗ്ലീഷിൽ തന്നെ അഡാപ്റ്റേഷൻ എന്ന് പറയും. ഭാഷയിലെ കഥയും മറ്റും ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതോടൊപ്പം ദേശപത്രാദികളുടെ നാമരൂപങ്ങളും മറ്റും ലക്ഷ്യഭാഷാനുസൃതമായി വിവർത്തനം ചെയ്യുകയാണ് ഇതിന്റെ രീതി. ഇതിന് ഉദാഹരണമാണ് ശ്രീ കൈനിക്കര കുമാരപിള്ളയുടെ
തുരന്ത ദുശങ്ക മുതലയുടെ ആശയരൂപാന്തരമാണ് ഈ കൃതി. വിവർത്തനമാണോ രൂപാന്തരമാണോ ദുഷ്കരമെന്ന് ചോദിച്ചാൽ രണ്ടിനും അതാതിന്റെ പ്രയാസങ്ങളുണ്ടെന്ന് പറയാം. രൂപാന്തരണം ചെയ്യുന്നത് അതത് ഭാഷ സംസാരിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ഹിതം നോക്കിയാണ്. ഇതിന്റെ സ്വാഭാവികമായ രൂപം പല രാജ്യങ്ങളിലുള്ള പ്രസിദ്ധമായ ചില നാടോടി കഥകളിൽ കാണാം. ഉദാഹരണം പഞ്ചതന്ത്രം, ഈസോപ്പ് കഥകൾ. സമാനമായ ചില ഉപദേശങ്ങളോ മനുഷ്യ സ്വഭാവമോ വർണ്ണിക്കുന്ന നാടോടി കഥകൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ കാണാം. പേരും ഊരും മറ്റും മാറും, പക്ഷെ കാര്യം ഒന്ന് തന്നെ. ഈ വിഭാഗത്തിൽപ്പെട്ട വിവർത്തനം ഒരു സ്ഥലത്ത് വളർന്ന ചെടിയെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്നത് പോലെയാണ്. പുതിയ സ്ഥലത്ത് അനുകൂലമായ മണ്ണും കാലാവസ്ഥയും വളവുമില്ലെങ്കിൽ ചെടി വാടിക്കരിയും. അതുപോലെ രൂപാന്തരണത്തിൽ പേരും ഊരും മാത്രം മാറ്റിയാൽ പോലെ കഥ മുഴുവനും പുതിയ ഭാഷയില് സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ മാറ്റേണ്ടി വരും. അതിനു വേണ്ട വൈദഗ്ധ്യമുണ്ടെങ്കിൽ രൂപാന്തരണമാകാം. ഈ വിവർത്തന രീതി ഇപ്പോൾ ചലച്ചിത്ര രംഗത്ത് ധാരാളം കാണാം. ഇംഗ്ലീഷ്, ഹിന്ദി സിനിമകളുടെ രൂപാന്തരണം മലയാളത്തിലും വരാറുണ്ട്. അപ്പോ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.